ഹലോ കൂട്ടുകാരി, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. ഉച്ചക്കുണ്ടോ? വൈകുന്നേരം അത് വേണ്ട അല്ലേ? അച്ഛൻ നെയ്ച്ചോറ് പറഞ്ഞു, അത് വേറെ വീട്ടിലല്ല വേണ്ടത്. ഇപ്പൊ ഞാൻ ഭദ്രകാളി ആവും, നോക്കിക്കോ. ഇപ്പൊ കാണിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ ആ കല്യാണത്തിന് പോകുന്ന തിരക്കിലാണ്. രാവിലെ മത്തങ്ങ കറിയും പിന്നെ പയറ് തോരനും ആണ് ഉണ്ടാക്കി കേട്ടോ. പിന്നെ രാവിലത്തെ കടി ദോശയാണ്. അപ്പോൾ ദോശയ്ക്ക് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. മോതിരം തന്നെയാണ് കാണുന്നുണ്ട്. കാണിക്കേ ഇത് ഇട്, തിരിച്ചുവിട്. ഒരു കമ്മലോ ഉള്ളു. അതുവരെ നേരെ അറിയില്ല. കണ്ടല്ലോ. അടിപൊളി. ഞങ്ങള് നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ 16ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഞാൻ ഏട്ടനൊരു ഷർട്ടാട്ടോ വാങ്ങിക്കൊടുത്തത്. ഏട്ടൻ എനിക്കൊരു മൂക്കുത്തിയാണ് വാങ്ങിത്തന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അമ്പലത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ചീങ്ങേരി അമ്പലത്തിലാണ് കേട്ടോ പോയത്. ആദ്യത്തെ മധുരം. ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആയിട്ട് രാവിലത്തെ മധുരം തന്നത് ദേവീൻ്റെ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ. കിട്ടിയത് നല്ല ത്രിമധുരമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ കല്യാണ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ശരിക്കും കല്യാണമല്ല, ഇന്ന് എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ വീട്ടിൽ എൻഗേജ്മെൻറ്റോടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ലോറി റാലി പോലെ സൈക്കിൾ റാലി. ലോറി കല്യാണം വീട്ടിൽ പോയിട്ട് പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, മോശമല്ലേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ചേച്ചീൻ്റെ വീട്ടിലേക്ക് അടുത്താണ് കേട്ടോ വീട്. അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ മൂക്ക് കുത്താന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. എന്തായാലും മൂക്കുത്തി വാങ്ങിയതല്ലേ. പക്ഷേ വരാൻ നേരത്ത് പൊരിഞ്ഞ മഴയായിരുന്നേ. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാനും ഏട്ടനും ഒരു ഗിഫ്റ്റിൽ ഒതുക്കുന്ന ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇപ്പോൾ ഒരുപാട് പേര് ഞങ്ങളോട് വിഷസ് അറിയിക്കാനൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. വന്നപ്പോഴേക്കും അമ്മ കുറച്ച് ചക്ക വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് കുറച്ച് വറുത്തു. പിന്നെ നാളേക്ക് കുറച്ച് പിന്നെ പുഴുക്കുണ്ടാക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം കുറച്ച് വെണ്ടക്ക തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും പിന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തു. പച്ചമുളക് കുറച്ച് നീളത്തിൽ അരിഞ്ഞതേ മക്കൾ കഴിക്കുന്നുണ്ടാണ് കേട്ടോ. രണ്ടും പച്ചയാകുമ്പോഴേ ചിലപ്പോൾ അവർ കടിച്ചു പോയാൽ പിന്നെ ഈ ജന്മത്തിൽ മിക്കവാറും ഉപ്പേരിയൊന്നും കൂട്ടില്ല. അതുകൊണ്ട് കുറച്ച് വലുതാക്കി മുറിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴറ്റിയതിലേക്ക് കുനുകുനാ അരിഞ്ഞ വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ടാണ് വെണ്ടക്ക തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തു കേട്ടോ. വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ ഇതാ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അധികം ഒന്നും ഉണ്ടാക്കിയില്ല, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇന്നിവിടെ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.